Good morning, students. Today we are discussing the topic the method of undetermined coefficients. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നെയായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് പറയുന്നത്. ഇവിടെ ഒരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് ദി ഫോം y of x is equal to yc of x plus yp of x. അവിടെ yc of x എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. yp of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എങ്ങനെ കാണണ്ടേ എന്നുള്ള കുറെ മെത്തേഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പർട്ടിക്കുലർ സൊല്യൂഷൻ എങ്ങനെ കാണാം എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഒരു മെത്തേഡ് ഇവിടെ പറയുന്നത് റൂൾ ഫോർ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് ആണ്. അതായത് നമ്മളുടെ റൈറ്റ് സൈഡിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ടേം എന്ന് പറയുന്നത് ഈ ടൈപ്പിലാണെങ്കിൽ, അതായത് കെ ഇൻറ്റു ഇ റേസ്ഡ് ആൽഫ എക്സ് ടൈപ്പിലാണെങ്കിൽ you have to choose the corresponding particular solution as c into e raised to alpha x, where c is some arbitrary constant. അതേപോലെ ഓരോ ഫംഗ്ഷനും എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. സോ ഈ ടേബിൾ നമുക്ക് ബൈ ഹാർട്ട് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ കെ ഇൻറ്റു എക്സ് റേസ്ഡ് എൻ ആണെങ്കിൽ അവിടെ കെ എൻ ഇൻറ്റു എക്സ് റേസ്ഡ് എൻ എന്ന് മാത്രം ചൂസ് ചെയ്ത് പോരാ, അതിന്റെ താഴെയുള്ള എല്ലാ ഡിഗ്രീസും കൂടി വേണം. ഇപ്പൊ എക്സ് റേസ്ഡ് എൻ മൈനസ് വണ്ണിന്റെ ടേം മുതൽ കോൺസ്റ്റന്റ് ടേം വരെയുള്ളത് വേണം. ഇനി കോസ് ഓഫ് സം കോൺസ്റ്റന്റ് ഇൻറ്റു കോസ് ബീറ്റ എക്സ് അല്ലെങ്കിൽ സം കോൺസ്റ്റന്റ് ഇൻറ്റു സൈൻ ബീറ്റ എക്സ്, ഇതിൽ ഏതാണെങ്കിലും രണ്ടിനും ഒരേ ഫംഗ്ഷൻ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്, രണ്ടിന്റെയും ലീനിയർ കോമ്പിനേഷൻ എന്നുള്ള രൂപത്തിൽ. അതുപോലെ ഇ റേസ്ഡ് ആൽഫ എക്സ് ഇൻറ്റു കോസ് ബീറ്റ എക്സ് ഇൻറ്റു ഒരു കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ കെ ഇൻറ്റു ഇ റേസ്ഡ് ആൽഫ എക്സ് ഇൻറ്റു സൈൻ ബീറ്റ എക്സ്, ഇതിൽ ഏത് വന്നു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് ഈ ഫംഗ്ഷൻ ആണ് ചൂസ് ചെയ്യുന്നത്. എക്സ് റേസ്ഡ് എൻ ഇൻറ്റു ഇ റേസ്ഡ് ആൽഫ എക്സ് വന്നു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ കെ ഇൻറ്റു എക്സ് റേസ്ഡ് ഇൻറ്റു ഇ റേസ്ഡ് ആൽഫ എക്സ് ഇൻറ്റു കോസ് ബീറ്റ എക്സ് അല്ലെങ്കിൽ സൈൻ ബീറ്റ എക്സ് വന്നു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന്റെ റൂൾസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് റൂൾ പറയുന്നത് നമ്മളുടെ റൈറ്റ് സൈഡിലുള്ള ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഈ ഫസ്റ്റ് കോളത്തിൽ ഏത് വന്നു കഴിഞ്ഞാലും യു ഹാവ് ടു ചൂസ് വൈ പി ഓഫ് എക്സ് ആസ് ദ കറസ്പോണ്ടിങ് എൻട്രീസ് ഇൻ ദി സെക്കൻഡ് കോളം. ആൻഡ് രണ്ടാമത്തെ റൂളിൽ പറയുന്നത് നമ്മളുടെ വൈ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഹോമോജീനസ് ഇക്വേഷന്റെ ടേംസ് ഉണ്ടാവുമല്ലോ, അതില് ഒരെണ്ണമായി കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ചൂസ് വൈ പി ഓഫ് എക്സ് ആസ് റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ ആയിട്ട് ചൂസ് ചെയ്യണം. ബട്ട് യു ഷുഡ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് എക്സ് ഓർ എക്സ് സ്ക്വയർ ഓർ എക്സ് ക്യൂബ് അക്കോർഡിംഗ് ആസ് ദിസ് സൊല്യൂഷൻ കറസ്പോണ്ട്സ് ടു നോൺ റിപ്പീറ്റിംഗ് റൂട്ട് ഓർ ടു എ റൂട്ട് റിപ്പീറ്റിംഗ് ട്വൈസ് ഓർ ട്രൈസ്. അപ്പൊ നമ്മളുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ എടുക്കാനായിട്ട് ജി ഓഫ് എക്സിൽ നമ്മുടെ ഈ ജി ഓഫ് എക്സ് ഇ റേസ്ഡ് എക്സ് എന്നുള്ള ടേം ആണ് വന്നെന്നിരിക്കട്ടെ. പക്ഷെ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ കണ്ടപ്പോഴും ഇ റേസ്ഡ് എക്സ് എന്നുള്ളത് അതിലത്തെ ഒരു സൊല്യൂഷൻ ആയിട്ട്, ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വൈ പി ആയിട്ട് എടുക്കേണ്ടത് സി ഇൻറ്റു ഇ റേസ്ഡ് എക്സ് എന്നല്ല, പകരം സി ഇൻറ്റു എക്സ് ഇൻറ്റു ഇ റേസ്ഡ് എക്സ് എന്ന് എടുക്കേണ്ടത്. ഇനി അവിടെ ഇ റേസ്ഡ് എക്സ് രണ്ട് ഡബിൾ റൂട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഇൻറ്റു സം കോൺസ്റ്റന്റ് സി ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ്ഡ് എക്സ് എന്നാണ് എടുക്കേണ്ടത്. എന്നതാണ് ഈ റൂള് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി സം റൂൾ പറയുന്നത് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ കണ്ടിട്ടുള്ള ടേബിളിൽ ലെഫ്റ്റ് സൈഡിൽ കണ്ടിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസിന്റെ സമോ അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് വൈ പി ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് നോക്കാം. അപ്പൊ ഇവിടെ ഈ പ്രോബ്ലംസിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് മൈനസ് 2y ഈക്വൽ ടു 6 ഇ റേസ്ഡ് എക്സ്. അപ്പം ഇതിന്റെ സൊല്യൂഷൻ കാണാനായിട്ട് ആദ്യം ഇതിന്റെ ഹോമോജീനസ് പാർട്ടിന്റെ സൊല്യൂഷൻ കാണാന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ ഹോമോജീനസ് പാർട്ട് എന്ന് പറയുന്നത്, ഇതിന്റെ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ 0 കൊടുക്കുക എന്നുള്ളതാണ്. y ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് മൈനസ് 2y ഈക്വൽ ടു 0. കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ the homogeneous differential equation y double dash minus y dash minus 2y equal to 0 constant coefficients ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് അതിന്റെ ഓക്സിലറി ഇക്വേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എം സ്ക്വയർ മൈനസ് എം മൈനസ് 2 ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ എം ഈക്വൽ ടു -1 ഓർ 2 അതാണ് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരിക. ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ ഭാഗത്തൊന്നും എടുത്ത് മറിച്ച് നോക്കുക. ദെൻ അപ്പം നമ്മളുടെ വൈ സി ഓഫ് എക്സ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇതിന്റെ ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ എഴുതുന്നത് ഇവിടെ എന്താ വരിക, സി വൺ ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് എക്സ് പ്ലസ് സി ടു ഇൻറ്റു ഇ റേസ്ഡ് 2 എക്സ് എന്ന് വരും. അതിനെ നമ്മളിവിടെ വൈ സി ഓഫ് എക്സ് എന്നാണ് പേര് വിളിക്കുന്നത്. അതായത്
ഹോമോജീനസ് പാർട്ടിന്റെ സൊല്യൂഷൻ എന്നുള്ളതിനെ YC എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ YC കണ്ടുപിടിച്ചു. നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ YC പ്ലസ് YP ആണ്. പിന്നെ YP കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷനെ ഇത് 6 into e raised to x എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അവർ g of x. അപ്പൊ 6 into e raised to x ആണ് നമ്മളുടെ g of x എങ്കിൽ നമ്മളുടെ പർട്ടിക്കുലർ ഫംഗ്ഷൻ സൊല്യൂഷൻ ആയിട്ട് എടുക്കേണ്ടത് സം കോൺസ്റ്റന്റ് ഇൻറ്റു ഇ റൈസ്ഡ് എക്സ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ജനറൽ സിന്നോ അല്ലെങ്കിൽ കെ എന്നോ അങ്ങനെ എന്തെങ്കിലും പേര് കൊടുക്കുകയാണ് ചെയ്യുക, അല്ലാതെ 6 എടുക്കാൻ പാടില്ല. അതിന് പകരം ഒരു കോൺസ്റ്റന്റ് എന്നുള്ളതിന് സിംബോളിക്കലായിട്ട് ഡിനോട്ട് ചെയ്യുന്ന സിയോ കെയോ അങ്ങനെ ഏതെങ്കിലും ലെറ്റേഴ്സ് കൊടുക്കുക. സി ഇൻറ്റു ഇ റൈസ്ഡ് എക്സ്. ഇനി ഈ സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിനായിട്ട് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ YP of xന്റെ ഡെറിവേറ്റീവ്, YP of xന്റെ ഡബിൾ ഡെറിവേറ്റീവ്, ഇത്രയും സാധനങ്ങൾ കണ്ടിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ സി ഇൻറ്റു ഇ റൈസ്ഡ് എക്സ് ആണ് YP ഡാഷും സി ഇൻറ്റു ഇ റൈസ്ഡ് എക്സ്, YP ഡബിൾ ഡാഷും സി ഇൻറ്റു ഇ റൈസ്ഡ് എക്സ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ തന്നിട്ടുള്ള ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ YP ഡബിൾ ഡാഷ് മൈനസ് YP ഡാഷ് മൈനസ് 2YP ഈക്വൽ ടു 6 ഇൻറ്റു ഇ റൈസ്ഡ് എക്സ്. ഒറിജിനൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ, ഹോമോജീനസിലല്ല. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ കോഎഫിഷ്യൻസ് എല്ലാം കളക്ട് ചെയ്ത് നോക്കുമ്പോൾ -2c e raised to x equal to 6 e raised to x എന്ന് കിട്ടും. അപ്പൊ e raised to x ന്റെ രണ്ട് സൈഡിലുള്ള കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ -2c equal to 6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് c equal to -2. Therefore YP of x എന്ന് പറയുന്നത് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് c യുടെ വാല്യൂ -3 ആണ് കിട്ടിയില്ല. അപ്പൊ -3 into e raised to x. അപ്പോൾ YC-യും കിട്ടി YP-യും കിട്ടി. Therefore general solution is YC of x plus YP of x, that is equal to C1 e raised to x plus C2 e raised to 2x plus -3 into e raised to x. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയായിരുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള സൊല്യൂഷൻസ് എന്ന് പറയുന്നത് e raised to -x-ഉം e raised to 2x ആയിരുന്നു അവിടുത്തെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ YC of x എഴുതിയത്. അപ്പം ഇത് ഇവിടെ റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ളത് e raised to x ആണ്. അപ്പൊ ഈ രണ്ട് ഫംഗ്ഷൻസും അല്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ കോൺസ്റ്റന്റ് YP of x എന്ന് പറയുന്നത് c into e raised to x എന്ന് തന്നെ എഴുതാൻ മതി. അല്ലായിരുന്നെങ്കിൽ ഇതിലത്തെ ഏതെങ്കിലും ഒരെണ്ണം ഒരു വാല്യൂ ആണ് ഇത് ആയിരുന്നെങ്കിൽ നമ്മളവിടെ x കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണ്ടി വരും YP of x ചൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് പ്രോബ്ലം y ഡബിൾ ഡാഷ് മൈനസ് y ഈക്വൽ ടു 2x സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അതിന്റെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. y ഡബിൾ ഡാഷ് മൈനസ് y ഈക്വൽ ടു 0. അതിന് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണ്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് n സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. അത് സോൾവ് ചെയ്യുമ്പോൾ m ഈക്വൽ ടു 1 മൈനസ് 1. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആയതുകൊണ്ട് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് C1 e raised to x plus C2 e raised to -x. ഇനി ഈ ഫംഗ്ഷന്റെ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ 2x സ്ക്വയർ എന്നുള്ളതാണ്. അപ്പൊ ഈ YC of x ആയിട്ട് അതിന് ബന്ധമൊന്നുമില്ല. Therefore അതായത് ആ ഫംഗ്ഷൻ ഇവിടെ റൂട്ടായിട്ട് വന്നിട്ടില്ല. Therefore g of x 2x സ്ക്വയർ ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ നേരത്തെ ടേബിളിൽ കണ്ടിട്ടുള്ള ഈ ടൈപ്പിലുള്ള ഫംഗ്ഷന്റെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ x സ്ക്വയറേ ഉള്ളൂ എങ്കിലും എക്സിന്റെ ടേമും കോൺസ്റ്റന്റ് ടേമിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ YP of x ആയിട്ട് ചൂസ് ചെയ്യുന്നത് K2, അതായത് ഇവിടെ x സ്ക്വയറിന്റെ ടേം ആയതുകൊണ്ട് K2x സ്ക്വയർ പ്ലസ് K1x പ്ലസ് K0. അല്ലാതെ K2x സ്ക്വയറിന് മാത്രം എഴുതിയാൽ പോരാ, ഇത് മുഴുവൻ എഴുതിയാലേ പ്രോബ്ലം പ്രൂവ് ആവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ K2, K1, K0 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് YP ഡാഷും YP ഡബിൾ ഡാഷും കാൽക്കുലേറ്റ് ചെയ്തു. YP ഡാഷ് 2K2 x പ്ലസ് K1 എന്ന് കിട്ടി. YP ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ഇപ്പൊ 2K2 എന്നുള്ളത് മാത്രം വരും. പിന്നെ വന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് ഈക്വൽ ടു 2x സ്ക്വയർ എന്നുള്ളതിൽ ഈ YP ഡാഷ് YP ഡബിൾ ഡാഷ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ YP ഡബിൾ ഡാഷും YP വന്നിട്ടുള്ളൂ. അപ്പോൾ 2K2 മൈനസ് YP K2x സ്ക്വയർ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈക്വൽ ടു 2x സ്ക്വയർ. അപ്പൊ ഇനി ഇതിൽ ഒരേ ഡിഗ്രി ടേംസ് ഒക്കെ കളക്ട് ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ 2K2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ -K2x സ്ക്വയർ മൈനസ് K1x, പിന്നെ ഇവിടെ ഒരു -K0ഉം ഇവിടെ ഒരു പ്ലസ് 2K2 ഉണ്ട്. അപ്പൊ 2K2 മൈനസ് K0 ഈക്വൽ ടു 2x സ്ക്വയർ. ഇനി ഇതിൽ K2, K1, K0ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ട് സൈഡിലുള്ള സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്, എക്സിന്റെ ഡെറിവേറ്റീവ്, കോൺസ്റ്റന്റ് ടേം അതെല്ലാത്തിന്റെയും കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുന്നു. ഇപ്പൊ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ -K2 ആണ്, റൈറ്റ് സൈഡിൽ 2 ആണ്. അപ്പൊ -K2 ഈക്വൽ ടു 2, അതായത് K2 ഈക്വൽ ടു -2 എന്ന് കിട്ടി. ഇനി എക്സിന്റെ കോഎഫിഷ്യന്റ് ലെഫ്റ്റ് സൈഡിൽ -K1 ആണ്, റൈറ്റ് സൈഡിൽ എക്സ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ റൈറ്റ് സൈഡിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 0 ആണ്.
അപ്പോൾ മൈനസ് k1 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് k1 ഈക്വൽ ടു 0. ഈ കോൺസ്റ്റന്റ് ഇവിടെ 2k2 മൈനസ് k0 ആണ്, റൈറ്റ് സൈഡിൽ ഇല്ല. അപ്പോൾ 2k2 മൈനസ് k0 ഈക്വൽ ടു 0. ഇനി k2 ഓൾറെഡി നമ്മളിവിടെ -2 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ k0ന്റെ വാല്യൂ നമുക്ക് -4 എന്ന് കിട്ടും. Therefore ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ yp ആയിട്ട് ചൂസ് ചെയ്തതിൽ k0, k1, k2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ -2 x², ഇത് k1 0 ആണ്, k2 എന്ന് പറയുന്നത് നമുക്ക് -4 ആയിട്ട് കിട്ടിയത്. അപ്പോൾ -2 x² -4 എന്ന് കിട്ടി yp. അപ്പോൾ ypയും ycയും കിട്ടിയ സ്ഥിതിക്ക് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y = yc + yp ആണ്. രണ്ട് ഫംഗ്ഷൻസും കൂടെ ആഡ് ചെയ്ത്. Next problem, find the general solution of the non-homogeneous differential equation y double dash minus 3y dash plus 2y equal to 4t plus e raised to 3t. അപ്പോൾ ഇവിടെ ഹോമോജീനസ് പാർട്ട് എന്ന് പറയുന്നത്, ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y double dash minus 3y dash plus 2y equal to 0. അതിന് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ഹോമോജീനസ് ഇക്വേഷൻ m² minus 3m plus 2 equal to 0. ഇനി അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് m equal to 1 or 2 ആണ്. ഇപ്പം ഇതില് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആയതുകൊണ്ട് ജനറൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഹോമോജീനസിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് c1 e raised to t plus c2 e raised to 2t. അതായത് ഇവിടെ വേരിയബിൾ ടീയിലെ തന്നിട്ടുള്ളൂ, വൈയിലും ടീയിലും ആണ്, അതുകൊണ്ട് നമ്മൾ എക്സിന് പകരം ടീന്ന് കൊടുത്തത്. ഇനി ഇത് നമ്മൾ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. ഇനി അതിന്റെ റൈറ്റ് സൈഡ് ഫംഗ്ഷൻ g of x നോക്കുമ്പോൾ 4t plus e raised to 3t ആണ്. ഇവിടെ e raised to 2t e raised to t ആ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആണ്. സോ നമ്മൾ ഇവിടുത്തെ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസിന്റെ നിയമം പ്രകാരം നമ്മളുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് പ്ലസ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് വേണം. അപ്പോൾ 4tക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ k1t plus k0 പ്ലസ് ഇനി വേറൊരു കോഎഫിഷ്യന്റ് പേര്. പിന്നെ നമ്മൾ അവിടെ k3 എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി e raised to 3tയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് c into e raised to 3t. ഇനി സാധാ ചെയ്യുന്ന പോലെ തന്നെ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടു, അതിന്റെ ഡബിൾ ഡെറിവേറ്റീവ് കണ്ടു, തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ രൂപത്തിലാണ് വരുന്നത്. ഇനി ഇതിൽ നിന്നും ടിയുടെ കോഎഫിഷ്യൻസ് രണ്ട് സൈഡിലുള്ളത് കമ്പയർ ചെയ്യാം. അതേപോലെ തന്നെ e raised to 3tയുടെ കോഎഫിഷ്യൻസ് രണ്ട് സൈഡിലുള്ളത് കമ്പയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് ഇതൊന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്തിട്ട് സിംപ്ലിഫൈഡ് ഫോർമുല എഴുതുമ്പോൾ 2k1t plus 2k0 minus 3k1 plus 2c e raised to 3t equal to 4t plus e raised to 3t എന്ന് കിട്ടി. പിന്നെ ഇവിടെ ടിയുടെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ 2k1 equal to 4 എന്ന് കിട്ടും. therefore k1 equal to 2 എന്ന് കിട്ടി. ഇനി കോൺസ്റ്റന്റ് ടേം കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 2k0 minus 3k1 എന്ന് വരും. ഇവിടെ റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ടേമില്ല, സോ ഇറ്റ് ഈസ് 0. ആൻഡ് ഇനി e raised to 3tയുടെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 2c equal to 1 എന്ന് കിട്ടും. therefore c equal to 1/2. ഇനി നമ്മളിവിടെ വേറൊരു ഇക്വേഷൻ കിട്ടിയിരുന്നു, 2k0 minus 3k1. അതിൽ k1ന്റെ വാല്യൂ 2 എന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിരുന്നു. അപ്പോൾ ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, k0ന്റെ വാല്യൂ 3 എന്ന് കിട്ടി. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ വാല്യൂസ് എല്ലാം നമ്മുടെ ypയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ypയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവർ yp is 2t plus 3 into 3 plus 1/2 into e raised to 3t എന്ന് കിട്ടി. therefore ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് yc plus yp equal to this function എന്ന് എഴുതി. ഇനി ഇതേപോലെ തന്നെയാണ് എല്ലാ പ്രോബ്ലംസും ചെയ്യാനുള്ളത്. അപ്പോൾ yp ചൂസ് ചെയ്യുന്നത് മാത്രമാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ അടുത്ത പ്രോബ്ലം y double dash plus 2y dash minus 35y equal to 12 e raised to 5x plus 37 sin 3x ആണ്. അപ്പോൾ ഹോമോജീനസ് പാർട്ടിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് c1 e raised to 5x plus c2 e raised to minus 7x എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ e raised to 5x എന്നുള്ളത് ഇവിടുത്തെ ഹോമോജീനസ് പാർട്ടിലും വന്നിട്ടുണ്ട്, അതുപോലെ റൈറ്റ് സൈഡ് ഫംഗ്ഷനിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ എടുക്കുമ്പോൾ yp ചൂസ് ചെയ്യുമ്പം നമുക്ക് എന്ത് ചൂസ് ചെയ്യേണ്ടി വരും, അവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള yp ചൂസ് ചെയ്യുമ്പോൾ c into x into e raised to 5x എന്ന് എടുത്തു. c into e raised to 5x എടുക്കുന്നതിന് പകരം c into x into e raised to 5x എന്ന് എടുക്കണം. e raised to 5x ഒരു തവണ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. ഇനി അതിന്റെ കൂടെ ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്, 37 sin 5x. അപ്പോൾ sin 5x എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി, നമുക്ക് ആ കോൺസ്റ്റന്റ് വിഷയമല്ല. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ എഴുതുമ്പോൾ സൈൻ്റെ കോസിന്റെ ടേം പറഞ്ഞാൽ k sin 5x plus m cos 5x എന്നെടുക്കും. ഇനി സാധാ പോലെ തന്നെ അതിന്റെ ഡെറിവേറ്റീവും ഡബിൾ ഡെറിവേറ്റീവും എല്ലാം കണ്ട ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സൈനിന്റെ കോഎഫിഷ്യന്റ്, sin 5xന്റെ കോഎഫിഷ്യന്റ്, cos 5xന്റെ കോഎഫിഷ്യന്റ്, e raised to 5xന്റെ കോഎഫിഷ്യൻസ് എല്ലാം കമ്പയർ ചെയ്തിട്ട് ആ കോൺസ്റ്റൻസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. തിരിച്ചതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ yp കിട്ടും. ദെൻ yc എന്ന് പറയുന്നത് yc plus yp ചെയ്യുമ്പോൾ സൊല്യൂഷൻ ആയി. ഇനി ഇതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ y double dash minus 2y dash plus y equal to e raised to x plus x. ഹോമോജീനസിന്റെ സൊല്യൂഷൻ കണ്ടപ്പം അവിടെ ഡബിൾ റൂട്ട് ആണ് വന്നത്.
c1x plus c2 into e raised x. e raised x അവിടെ ഡബിൾ റൂട്ട് ആയിട്ടാണ് വന്നത്. g of x ലും e raised x ഉണ്ട്. അപ്പൊ നമ്മളിവിടെ yt ചൂസ് ചെയ്യുമ്പം